ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെക്കാനിക് ഓഫ് സോളിലെ മൊഡ്യൂൾ ഫസ്റ്റിലെ ഡെറിവേഷനാണ്. സർക്കുലർ യൂണിഫോംലി ടാപ്പറിംഗ് ബാറിൻ്റെ ഒരു ഡെറിവേഷനാണ്. കഴിഞ്ഞ വർഷം 2024 സ്കീം ഫസ്റ്റ് തുടക്കക്കാർക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഡെറിവേഷനാണിത്. ഇതെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ യൂണിഫോംലി ടാപ്പറിംഗ് സർക്കുലർ സെക്ഷൻ. നമ്മൾ DX എന്ന് സൂചിപ്പിക്കുന്നു. ഇത് D1, ഇത് D2. ഇവിടെ P എന്ന് പറയുന്ന ലോഡ് ഉണ്ടാവും കേട്ടോ, ഇങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടാവും. ഇത് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇങ്ങനെ ആൻസർ ഷീറ്റ് വരച്ച് വയ്ക്കണം. ഓക്കെ, ഈ യൂണിഫോംലി ടാപ്പറിംഗ് സർക്കുലർ ബാർ അണ്ടർ ആക്ച്വൽ ടെൻസൈൽ ലോഡ് അറ്റ് പി ഇങ്ങനെ എഴുതണം. എന്നിട്ട് ലെങ്ത് L ആണെന്നും സബ്ജക്റ്റ് ടു ആക്ച്വൽ ടെൻസൈൽ ലോഡ് P ആണ്. ഇത് P എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു. പിന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E ആണെന്നും ഡയമീറ്റർ വാരിയസ് യൂണിഫോംലി ഫ്രം D1 അറ്റ് വൺ എൻഡ് ടു D2 അറ്റ് അതർ എൻഡ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ കൺസിഡർ എ സ്മാൾ എലമെൻ്റൽ ലെങ്ത്. Consider a small elemental length dx at a distance x from the end having diameter d1. Since the bar is uniformly tapering എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതി വയ്ക്കണം. d is equal to d1 plus d2 minus d1 by l into x. ഇത് എഴുതി നമ്മൾ സ്റ്റെപ്പ് 2 എഴുതണം. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്ന് വെച്ചാൽ കൺസിഡർ ആൻഡ് എലമെൻ്റൽ ലെങ്ത്. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നാണ്. എ ഈസ് ഈക്വൽ ടു π/4 t². ഇതാണ് ആ സർക്കുലർ യൂണിഫോംലി ടാപ്പറിംഗ് ബാറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ. π/4 d² എന്ന് പറഞ്ഞാൽ ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താ? d1 + d2 - d1/l ഇൻറ്റു എക്സ് എന്നല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയറാണ് പറഞ്ഞേക്കാം. അപ്പോൾ d1 + d2 - d1/l ഇൻറ്റു എക്സ്, L ഇൻറ്റു എക്സ്, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, അടുത്ത നമ്മൾ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്? ഇലോങ്ങേഷൻ ഓഫ് എലമെൻ്റൽ ലെങ്ത്. ഇലോങ്ങേഷൻ ഓഫ് എ സ്മാൾ എലമെൻ്റൽ ലെങ്ത് dx ഈസ് എന്ന് പറഞ്ഞിട്ട് d rho ഈസ് ഈക്വൽ ടു p ഓഫ് dx ബൈ AE. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എ എന്ന് എഴുതണം. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എ എന്ന് എഴുതണം. എന്നിട്ട് d rho ഈസ് ഈക്വൽ ടു 4p pi e. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഏതാണ്? നമ്മുടെ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും: 4p/pi e ഇൻറ്റു dx ബൈ d1 + d2 - d1/l ഇൻറ്റു എന്തേലും എക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ. ഇതാണ് നമ്മൾ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4, ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ദ ബാർ. ഓക്കെ, അത് കാണുന്നത് റോ ഈസ് ഈക്വൽ ടു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം 0 to L d റോ. d റോ ഇവിടെ എന്താണ്? അപ്പോൾ അത് എഴുതണം. അപ്പം 0 to L 4p/pi e ഇൻറ്റു dx ബൈ d1 + d2 - d1/l ഇൻറ്റു എക്സ്, അതിൻ്റെ സ്ക്വയർ. അപ്പം ഈ 4p/pi e നമുക്ക് പുറത്തിടാം. ഓക്കെ, അപ്പോൾ 4p/pi e 0 to L dx ബൈ d1 + d2 - d1/l ഇൻറ്റു എക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, അങ്ങനെ നമ്മൾ പുറത്തിട്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് 5 നോക്കാം. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ഇൻറ്റഗ്രേഷൻ. എന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതും: ലെറ്റ് u ഈസ് ഈക്വൽ ടു, നേരത്തെ എയിൻ്റെ ഇക്വേഷൻ അല്ലേ നമ്മൾ എഴുതിയത്? നേരത്തെ എയിൻ്റെ ഒരു ഇക്വേഷൻ എഴുതിയാൽ എന്നിട്ട് π/4 മാറ്റിയിട്ട് ആണ് ഇവിടെ. അതാണ് ഇക്വേഷൻ. പഠിച്ച് വെച്ചാൽ മതി. d1 + d2 - d1/l ഇൻറ്റു എക്സ്. നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ du ഈസ് ഈക്വൽ ടു d2 - d1/l dx. അപ്പം dx എന്ന് പറയുന്നത് തിരിച്ചിടും. ഈ dx എന്ത് ചെയ്യും? ഇതങ്ങ് അപ്പുറത്ത് പോകും. അപ്പം നമുക്ക് എന്താ? dx ഈസ് ഈക്വൽ ടു L
ഈ ഡിവൈഡ് അപ്പുറത്ത് പോകുമ്പോൾ എന്താ തിരിച്ച് വരുമല്ലോ. L/d2 മൈനസ് d1 du. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് 6 ആണ്. ഇതെന്നുള്ളത് ചേഞ്ച് ഓഫ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ വെൻ x ഈസ് ഈക്വൽ ടു 0 u ഈസ് ഈക്വൽ ടു d1, x ഈസ് ഈക്വൽ ടു എല്ലാം u ഈസ് ഈക്വൽ ടു d2. നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. സ്റ്റെപ്പ് 7 ആണ് ഇൻ്റഗ്രേഷൻ. സ്റ്റെപ്പ് 7 ഇൻ്റഗ്രേഷനാണ്. റോ ഈസ് ഈക്വൽ ടു 4p/πe ഇൻ്റഗ്രൽ d1 ടു d2. നേരത്തെ 0 to L അല്ലായിരുന്നു, അപ്പം നമ്മളിവിടെ d1 to d2. ഓക്കെ, അപ്പം അങ്ങനെ കിട്ടും. എന്നിട്ട് L/, എന്താണ് നമ്മൾ ഇത് d2 മൈനസ് d1 du/u² ഇൻറ്റു du/u² എന്നിടും. ഓക്കെ, അപ്പോൾ ഈ എല്ല് ഞാൻ ഇത് മൊത്തത്തിൽ ഞാൻ എടുത്ത് പുറത്തിടാണ്. അപ്പോൾ 4pL/πe d2 മൈനസ് d1 ഇൻ്റഗ്രൽ d1 ടു d2. ഇതെന്ത് ചെയ്യും, ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ u⁻². അപ്പോൾ ഇൻ്റഗ്രൽ u⁻²du എന്ന് പറയുന്നത് മൈനസ് യുവിൻ്റെ ഇൻവേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ -1 മണ്ടേ പോവും, ബൈ ആവും. അത് കാണിച്ചു തരാം. 4pL/πe d2 മൈനസ് d1 ഇൻ്റഗ്രൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വന്നത് -1/u d1 ടു d2. ഓക്കെ, അങ്ങനെ എഴുതും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് 8 എഴുതും. സ്റ്റെപ്പ് 8 എന്ന് പറഞ്ഞാൽ അപ്ലൈയിങ് ലിമിറ്റ്സ് ആണ്. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യും. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ റോ ഈസ് ഈക്വൽ ടു എന്തുവരും, 4pL/πe d2 മൈനസ് d1 എന്തുവരും ഇത് 1/d1 മൈനസ് 1/d2 എന്ന് എഴുതും. ഓക്കെ, റോ ഈസ് ഈക്വൽ ടു 4pL/πe ഈ d2 മൈനസ് d1 എന്ത് വണ്ണിലോട്ട് പോകും. അപ്പോൾ d2 മൈനസ് d1 1 ഇൻറ്റു d1 d1 1 ഇൻറ്റു d2 d2 പിന്നെ d2 മൈനസ് d1. ഓക്കെ, അങ്ങനെ എഴുതും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ഈ d2 മൈനസ് 1ഉം d2 മൈനസ് 1ഉം എന്ത് ചെയ്യും, വെട്ടിപ്പോവും അല്ലേ. എന്നിട്ട് നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് എഴുതുന്നത് സ്റ്റെപ്പ് 9 എഴുതുന്നത് എന്തിനാണ്, റോ ഈസ് ഈക്വൽ ടു 4pL/πe d1 d2 എന്ന് എഴുതും. ഇതാണ് നമ്മൾ ഫൈനൽ സ്റ്റെപ്പ്. എന്നിട്ട് ഇങ്ങനത്തെ അസംഷൻസ് കൂടി എഴുതിക്കോ. ഇത് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കൂടി എഴുതാം നിങ്ങൾക്ക്. അസംഷൻസ് എന്ന് പറഞ്ഞാൽ ലോഡ് ഈസ് ആക്ച്വൽ ആൻഡ് കോൺസ്റ്റൻറ്റ്, പിന്നെ മെറ്റീരിയൽ ഈസ് ഹോമോജീനസ് ആൻഡ് ഐസോട്രോപ്പിക്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഈസ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇത്രയാകുമ്പോൾ നമ്മളുടെ ആ ഒരു ഡെറിവേഷൻ കഴിഞ്ഞു. അപ്പം ഞാൻ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.